ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലേഡീനെയാണ്. ഒരു റെഫറൻസ് എടുത്തിട്ട് പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വേർഡ് പ്രാക്ടീസ്. അതിൽ നിന്ന് നമ്മൾക്ക് തുടങ്ങാം. ഓക്കെ, നമ്മളിപ്പോൾ ആദ്യം തന്നെ പെൻസിൽ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ചെറുതായിട്ടൊന്ന് മായ്ച്ചിട്ട് ലൈറ്റാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ കളർ ചെയ്യുന്നതാണ്. ഇതാണ് നമ്മളിപ്പോൾ ഇന്ന് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഒരു വേർഡ് എടുത്തിരിക്കുന്നത് റിസൾട്ട് എന്നുള്ള ഒരു വേർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മുടെ ലൈഫിൽ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വേർഡാണ് റിസൾട്ട്. അത് ഏത് റിസൾട്ട് ആയിക്കോട്ടെ, 10th ആയിക്കോട്ടെ, ജോലിയിലെ മന്ത്ലി ടാർഗറ്റ് ആയിക്കോട്ടെ, എന്തിലായാലും റിസൾട്ട് എന്നുള്ളൊരു വാക്ക് ഉണ്ട്. ആ വാക്കിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് യെസ് ഓർ നോ എന്നുള്ള വാക്ക്. യെസ് ആയിക്കോട്ടെ, നോ ആയിക്കോട്ടെ, നമ്മൾ ചെയ്യാനുള്ള വർക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാക്കാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നിയിരിക്കുന്നത് റിസൾട്ട് എന്നുള്ള വാക്ക് ഈ ഡിസിപ്ലിൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻസി അതിന് ആയിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വേർഡാണ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു ഗ്രേറ്റ് റിസൾട്ട് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡെഫിനറ്റായിട്ടും ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. അതുകൂടാതെ കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കണം. നമ്മൾ വർക്ക് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നിർത്താതെ സ്റ്റഡീസ് ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയോ മാത്രമേ നമുക്ക് എപ്പോഴും ഗ്രേറ്റ് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ അത് നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വേർഡാണത്. നമ്മളിപ്പോൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാത്തിലും മത്സരമുണ്ട്. എല്ലാത്തിലും ഏത് കാര്യം എടുത്താലും അതിലൊരു മത്സരം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്ന ഒരു സാധ്യതയുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് റിസൾട്ട് എന്നുള്ള വാക്ക് എപ്പോഴും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഭയങ്കര പ്രാധാന്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. കമ്പയറിങ് വരുമ്പോഴാണ് റിസൾട്ടിന് എന്നുള്ള വാക്കിന് പ്രാധാന്യം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് ഇനിയിപ്പോൾ സൈലൻ്റായിട്ട് കമ്പയർ ചെയ്താൽ പോലും അതൊരു റിസൾട്ടിൽ എത്തി നോക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും റിസൾട്ട് എന്നുള്ള വാക്ക് എപ്പോഴും കീപ്പ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം അപ്പോഴാണ് നമ്മുടെ ഗ്രോത്ത്, ഇല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രസൻറ്റ് സിറ്റുവേഷൻ, അതുപോലെ നമ്മുടെ എന്താ പറയുക, എത്രത്തോളം നമ്മുടെ ഡേ ബൈ ഡേ നമ്മുടെ എന്താ പറയുക ഗ്രോത്ത് ഉണ്ടായി, ഇല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ കവർ ചെയ്ത് നമ്മുടെ ഡ്രീമിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ഗോളിലേക്ക്, അതൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റിസൾട്ട് നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും അത് മാർക്ക് ചെയ്തിടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ എഫേർട്ട് എത്രത്തോളം ടൈറ്റ് ആവുന്നു, ഇല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ഫോക്കസ്ഡായി നിൽക്കുന്നു, അപ്പോഴേ നമുക്ക് ഗ്രേറ്റ് റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് റിസൾട്ട് മോട്ടിവേഷൻ്റെ ഒരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡായി, അയാളുടെ റിസൾട്ട് കാരണം കുറേ സമൂഹത്തിൽ കുറേ ഇൻസൾട്ടഡായിട്ട് മാറി നിൽക്കുന്നു. പിന്നീട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അയാൾ കയറി വരുന്നത്, അത് എനിക്ക് തോന്നുന്ന മോട്ടിവേഷൻ എന്താ പറയുക, അവരുടെ ഉള്ളിൽ വരുന്ന മോട്ടിവേഷൻ അത് ആ റിസൾട്ടും ഇൻസൾട്ടിലൂടെ മാത്രമാണ് കയറി വരുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ കുറേ ആൾക്കാർ നല്ല രീതിയിൽ ഇതൊരു സെൻറ്റൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് റിസൾട്ട്സ് ടേക്ക് ടൈം. പിന്നെ ഡ്രോയിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തു നിന്നും അകത്തോട്ട് വരുന്നതായിരിക്കും എപ്പോഴും കുറച്ചും കൂടി കൺവീനിയൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ആദ്യം നമ്മൾ ഡ്രസ്സ് ചെറുതായിട്ട് കളർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് മുടി, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഉള്ളിൽ ഫേസിൻ്റെ ഷെയ്ഡ്, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഷാഡോസ്, പിന്നെ അങ്ങനെ പോകുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ഉള്ളിൽ ആ ഒരു നമ്മുടെ പിക്ചറിൻ്റെ ഏകദേശം ക്ലാരിറ്റി നമുക്ക് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടി കംഫർട്ടായിട്ട് എനിക്ക് തോന്നണത്. അത് നല്ല റിസൾട്ട് കീപ്പ് ചെയ്യാൻ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.
ഈ റിസൾട്ട് എന്നുള്ള വാക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഒന്ന് പഠിക്കുന്ന സമയത്തും പിന്നെ ഒന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ ഇതിൽ മാർക്കറ്റിങ്ങിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ലെങ്കിൽ മാർക്കറ്റിംഗായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്താണ് റിസൾട്ടിന് ഭയങ്കര ആ ഒരു വേർഡിന് പ്രാധാന്യമുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അത് പ്യുവർലി ആ വേർഡായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ജോലിയാണ്. റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ മാർക്കറ്റിങ്ങിൽ പിടിച്ചു നിൽക്കുള്ളൂ. അല്ലാത്ത എല്ലാവരും കുഴിഞ്ഞു പോകും. ഇല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരെ പിരിച്ചുവിടും, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ജോലി അന്വേഷിക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു. ഈ റിസൾട്ട് എന്നുള്ള വാക്കാണ് നമ്മളെ ഓരോ തട്ടിലേക്ക് മാറ്റുന്നത്. ഇപ്പം ഒരു വ്യക്തി നല്ലൊരു റിസൾട്ട് അവർ പഠിക്കുന്ന കാലത്ത് ഉണ്ടാക്കിയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും പുള്ളിക്ക് വരുന്ന ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈല്, അല്ലെങ്കിൽ പുള്ളിക്ക് വരുന്ന ഫ്യൂച്ചറിലേക്ക് വരുന്ന ഓരോ കാര്യങ്ങളും ഗുഡ് റിസൾട്ടുകളുടെ ഭാഗമായിട്ട് വരുന്ന ആ ലൈഫ് മുഴുവൻ അത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയേക്കുന്നത്. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, അതായത് നമ്മൾ പഠിക്കുന്നതിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മളൊരിക്കലും എന്താ പറയുക ഡ്രോപ്പ് ഔട്ട് ആകരുതെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം അതാണ് നമ്മളെ ഏറ്റവും ബേസിക്കായിട്ടുള്ള നമ്മളെ എവിടെ എത്തിക്കും, ഇല്ലെങ്കിൽ നമ്മുടെ റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നത് നമ്മുടെ സ്റ്റഡീസ്, അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് എടുക്കുന്നത്. ഇനിയിപ്പോൾ അതേപോലെ എന്നെപ്പോലത്തെ ഒരു പ്രൊപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർ ആദ്യത്തെ ഒരു 2.5 വർഷമെങ്കിലും അല്ലെങ്കിൽ 1 വർഷമെങ്കിലും അവർ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിംഗ് ചെയ്ത് ആ ഒരു റിസൾട്ട് അവരുടെ എന്താ പറയുക ടാർഗറ്റ് ബോർഡിൽ കൊണ്ടുവരികയാണെങ്കിൽ മാത്രമാണ് എനിക്ക് തോന്നുന്നത് കുറച്ച് അത് കഴിയുമ്പോഴുണ്ടാവുന്നത് കുറച്ച് എന്താ പറയുക ഹൈറ്റ്സിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ആ ഒരു സ്ഥാപനം മുന്നോട്ട് കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതുകൂടാതെ വേറെ ഒരു തരം കാറ്റഗറി ആൾക്കാരുണ്ട്. അവരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ റിസൾട്ടൊന്നും നോക്കാറില്ല. അവരിങ്ങനെ ഡെയിലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്. അത് ഏറ്റവും ബേസിക്കായിട്ടുള്ള അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഒന്നും നോക്കുന്നില്ല. അവർ ഡെയിലി രാവിലെ എഴുന്നേറ്റ് വർക്കിന് പോകുന്നു, വൈകുന്നേരം വരുന്നു, പിറ്റേ ദിവസം രാവിലെ പോകുന്നു. അവർ റിസൾട്ടും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അങ്ങനെ ഒരു തരം കാറ്റഗറി ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, എന്തെങ്കിലുമൊക്കെ നമ്മൾ പുതിയതായിട്ട് ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പം ഞാനിപ്പോൾ ആർട്ട് വരയ്ക്കണത് അതൊരു ലേണിംഗാണ്. അപ്പോൾ നമ്മൾ അതൊരു റിസൾട്ട് മാക്സിമം കൊണ്ടുവരാൻ നോക്കും. അതിലെന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ അതുവഴി എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ഇൻകം നമ്മളതിൽ നിന്ന് പ്രതീക്ഷിക്കാനുള്ള ഒരു ഇതുണ്ടാക്കും. അതായത് നോ റിസ്ക് നോ സ്റ്റോറീസ്, അത് തന്നെയാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ എനിക്ക് ഇതിനോട് സംബന്ധിച്ച് പറയാം. റിസൾട്ട് കഴിഞ്ഞ് വരുന്ന ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേർഡാണ് പ്രൈസ്. അതിന് നമ്മൾ വിജയിച്ച് വരുമ്പോൾ മധുരം കൊടുക്കുക എന്ന് പറയില്ലേ, അത് അത് എല്ലാ കാറ്റഗറിയിലും നമുക്ക് അത് ഉൾപ്പെടുത്താൻ പറ്റും. നമ്മൾ ചെറിയൊരു കാര്യം നമ്മൾ സക്സസ് ആയി, അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കി നോക്കും, നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്വീറ്റ് ടേസ്റ്റ് ചെയ്യുക, അങ്ങനെ അതൊരു നല്ലൊരു ഹാബിറ്റാണത്. അത് കഴിഞ്ഞ് അടുത്ത ഒരു പ്ലാൻ സെറ്റ് ചെയ്യുക, എന്നിട്ട് പിന്നെ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, എന്നിട്ട് ആ റിസൾട്ട് അടുത്തൊരു റിവാർഡ് നമ്മളതിന് സെറ്റ് ചെയ്യുക. അങ്ങനെ അതൊരു ഇന്നത്തെ ആയിട്ടുള്ളൊരു ഇതാണ്, നല്ലൊരു ഹാബിറ്റുമാണ് കേട്ടോ. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 days ടാർഗറ്റ് അല്ലെങ്കിൽ ഒരു 1 week ടാർഗറ്റാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. ശരിക്കും ഒരാഴ്ച കൊണ്ട് നമ്മൾ ഇത്ര പടങ്ങൾ വരയ്ക്കും. ഇപ്പം എൻ്റെ കാര്യമാണെങ്കിൽ പടങ്ങൾ വരയ്ക്കും, അല്ലെങ്കിൽ ഇത്രയും ക്ലയൻസിനെ വിസിറ്റ് ചെയ്യണം. റിസൾട്ട് നമുക്ക് പിന്നെ നോക്കാം, പക്ഷേ നമ്മൾ വിസിറ്റിംഗ് മുടക്കരുതെന്നാണ് ഞാൻ പറയണത്. നമ്മൾ ചെയ്യേണ്ട വർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ ഫ്ലോയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. റിസൾട്ട് അതിലൂടെ അത് ഇൻബിൽഡാണ്, അത് മാറ്റമില്ല. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറകെ തന്നെ ഒരേ സ്പീഡിൽ തന്നെ വരും എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. പിന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു ഡയറി കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ നോട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഓരോ ആഴ്ച ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അത് ആദ്യമൊക്കെ ചെറിയൊരു മുഷിപ്പുണ്ടാകും, പക്ഷേ പിന്നീട് നമ്മളത് മറിച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, നമ്മൾ എത്രത്തോളം നമ്മളെ ഡെവലപ്പായി എന്നുള്ളതിൻ്റെ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ തന്നെ വരുന്നതാണ് എനിക്ക് തോന്നിയേക്കണത്. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ റിസൾട്ട് മോശമായി എന്ന് വിചാരിച്ച്
നമ്മളൊരിക്കലും വിഷമിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൽ എന്താ പറയുക സ്ട്രെസ് ആവാനോ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആവാനോ പാടില്ല എന്നാണ് പറയണത്. നമുക്ക് അത് റീകറക്റ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ നമുക്ക് അത് രണ്ടാമത് എന്താ പറയുക നമ്മുടേതായ ഒരു ഐഡിയയിൽ റിക്കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരിക്കലും എന്താ പറയുക റിസൾട്ടിൽ നിന്ന് നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് അമിതമായിട്ട് പേടിച്ചിട്ട് ഒരു അതായത് നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഭയങ്കര സക്സസ് ആയിട്ട് വിജയിച്ച് മാറണമെന്നില്ല. പക്ഷേ ചിലവർക്ക് സമയമെടുക്കും. അപ്പം നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളത് അത് കൂടുതലങ്ങോട്ട് അതിലേക്ക് വീഴരുതെന്നാണ് പറയാനുള്ളത് കേട്ടോ. അതായത് മുൻകൂട്ടി നമ്മുടെ മനസ്സിലൊന്നും സെറ്റ് ചെയ്ത് വെക്കരുത് റിസൾട്ടിനെ കുറിച്ച്. ഏത് വിഷയത്തിലോ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരായാലും ശരി, അത് എന്തായാലും ആ ഒരു റിസൾട്ട് വരും. ആ റിസൾട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയണത്. ഇനി അഥവാ കുറഞ്ഞു പോയാലും നമ്മൾ രണ്ടാമത് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ രണ്ടാമത് പ്രിപ്പയർ ചെയ്യുകയോ ഇല്ലെങ്കിൽ അതിന് എക്സ്ട്രാ എഫേർട്ട് ഇടുകയോ അല്ലെങ്കിൽ എക്സ്ട്രാ ടൈം അതിനുവേണ്ടി കണ്ടെത്തി നമ്മുടെ റിസൾട്ട് കുറച്ചും കൂടി മെച്ചപ്പെടുത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നോ റിസൾട്ട് കീപ്പ് വർക്കിംഗ്, ബാഡ് റിസൾട്ട് കീപ്പ് വർക്കിംഗ്, ഗ്രേറ്റ് റിസൾട്ട് കീപ്പ് വർക്കിംഗ്, നെവർ സ്റ്റോപ്പ് വർക്കിംഗ്. ഓക്കെ, നമ്മൾ ഏകദേശം നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടുകളയുക എന്നാണ് പറയണത്. പ്രാക്ടീസിൻ്റെ ഭാഗമായിട്ടാണ്. പുതിയതായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. കീപ് മൂവിങ് ഫോർവേഡ്. ഓക്കെ, റിസൾട്ട് എന്നുള്ള വേർഡിനെ കുറിച്ച് വൺ സെൻറ്റൻസ്: discipline and consistency is the key for success result. Okay, thank you very much for watching the video. Have a nice day. Bye. Hi friends, thanks for watching the video. Have a nice day. Bye.